നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണവർദ്ധനയ്ക്കായിട്ടും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ടും നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി മോചനം നേടുവാനായിട്ടും ഒരുപാട് സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും നേരത്തെ തന്നെ പല വീഡിയോകളായി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ പലർക്കും ഫലം ലഭിച്ചതായും അവർ പറയുന്നുണ്ട്. ഈ പണം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ നിരന്തരമായി തങ്ങുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, പണം ഒരിക്കലും നിരന്തരമായിട്ട് ഒരാളുടെ കയ്യിലും തങ്ങി നിൽക്കില്ല. മറിച്ച് നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ 1000 രൂപ നമ്മുടെ കൈകളിൽ വരികയാണെങ്കിൽ 200 രൂപ ചിലവാക്കേണ്ട സിറ്റുവേഷൻ മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുകയുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്തെന്നാൽ 1000 രൂപ നമുക്ക് വരികയാണെങ്കിൽ 2000 രൂപ ചിലവ് തയ്യാറായി നിൽക്കുകയാണ്. അത് ഏത് വിധേനയാണെങ്കിലും, കുടുംബപരമായ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും അല്ല നമ്മൾ കടം വാങ്ങിയവർക്ക് തിരികെ കൊടുക്കുവാനാണെങ്കിലും, ഇങ്ങനെ നമുക്ക് വരവിനേക്കാൾ ചിലവുകൾ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ദാരിദ്ര്യാവസ്ഥയിൽ തന്നെയാണ് ജീവിക്കേണ്ട വരുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുടനീളം വന്നു ചേരുന്നത്. അത് മാറ്റുവാനായിട്ട് ഒരുപാട് സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എങ്കിലും പലരും പറയുന്ന ഒരു കാര്യമാണ്, മാഡം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം, അതിനായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് നേരത്തെ തന്നെ ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും നമ്മൾ തുടർച്ചയായി ചൊല്ലിയെങ്കിൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. 10 ദിവസം ചൊല്ലി എനിക്ക് ആവശ്യമായ പണം കിട്ടി, ഇനി അത് ചൊല്ലണമെന്നില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫലം കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുവാൻ സാധിക്കും. ചിലർക്ക് നിത്യ ദേവതയോട് പ്രാർത്ഥിച്ച് എനിക്ക് പണം കിട്ടി എന്നിരിക്കും. നിങ്ങൾക്ക് പണം എപ്പോഴെല്ലാം ആവശ്യമുള്ള സാഹചര്യങ്ങൾ വരുന്നുവോ അപ്പോഴെല്ലാം വിശ്വാസത്തോടു കൂടി നിത്യ ദേവതയെ പ്രാർത്ഥിക്കുക. ചിലർക്ക് കോൺവലക്സ എന്നുള്ള മന്ത്രം ജപിച്ചാണ് അല്ലെങ്കിൽ കോൺവലക്സ എന്നുള്ള സ്വിച്ച് വേർഡ് ചൊല്ലിയാണ് ഞങ്ങൾക്ക് പണം കിട്ടിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ അത് തുടർച്ചയായി ചൊല്ലുക. പണം എന്നുള്ളത് നമുക്ക് നിത്യവും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്ര ദിവസം ഞാൻ ചൊല്ലണം എന്നില്ലാതെ തുടർച്ചയായി നിങ്ങൾ ചൊല്ലുമ്പോൾ അതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അല്ലാതെ ഒരു ദിവസം ചൊല്ലി 2 ദിവസം ചൊല്ലി ഞങ്ങൾക്ക് തുടർച്ചയായി ഒന്നും ചൊല്ലാൻ സാധിക്കുന്നില്ല മാഡം, ഞങ്ങൾക്ക് ഒന്നും തന്നെ ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ എപ്പോഴും ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രമേ നമുക്ക് ഇനിയുള്ള എല്ലാ വീഡിയോകളും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ഈ സ്വിച്ച് വേർഡുകൾ ചൊല്ലണം, എന്തിനാ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും കടന്നു വരരുത്. അതിനാലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുക, ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുവാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ്. നമ്മുടെ ജീവിതം ധന അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാനും ക്യാഷ് ഫ്ലോ എന്നും നമ്മുടെ കൈകളിൽ ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈകളിൽ നിന്ന് 10 രൂപ എടുക്കുവാനുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യത്തിലും നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കാണെങ്കിലും അല്ല ഒരാൾക്ക് അസുഖമാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണം ആവശ്യമാണ്. അല്ല ഏതെങ്കിലും തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് പോവുകയാണ്, ശുഭകാര്യങ്ങൾക്ക് പോവുകയാണ്, ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ് എന്നുണ്ടെങ്കിലും കൂടി നമുക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുവാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ആ ധൈര്യം നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പണം തന്നെയാണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്നും പണം അതിൻ്റെ ഒരു തടസ്സമില്ലാതെ വന്നു ചേരുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് പറയുന്നത്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വെറും 51 തവണ നമുക്ക് ചൊല്ലാം. അതല്ല നിങ്ങളുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് എഴുതാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും. 51 തവണ നമ്മുടെ ജേണൽ നോട്ടിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഏഞ്ചൽ നമ്പറുകളെല്ലാം എഴുതുന്ന ആ ഒരു നോട്ട് എടുക്കുക. വരയിടാത്ത നോട്ടായിരിക്കണം. നീല, പച്ച എന്നീ നിറങ്ങളുള്ള മഷിയുള്ള പേന എടുക്കുക. ആദ്യം നമ്മൾ കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ ആവശ്യമായ പണം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. ഈ പ്രപഞ്ചത്തോട് നമ്മൾ നന്ദി സൂചിപ്പിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സ് ഇപ്പോൾ ആ പണത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. അങ്ങനെയുള്ള സമയത്ത്
പതുക്കെ പേനയെടുത്ത് നമുക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് 51 തവണ എഴുതാവുന്നതാണ്. ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ 2 കൈയും നീട്ടിയിരിക്കുകയാണ്, അതിൽ മൊത്തം പണം വന്നുകൊണ്ടിരിക്കുകയാണ്, പണം വീണുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സങ്കല്പം വെറുതെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാതെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മളെ ധനവാനാക്കുന്ന ആ ഒരു വാക്ക് എന്ന് പറയുന്നത് ഇതാണ്, റിച്ചസ. RICCHEZZA, റിച്ചസ. റിച്ച് എന്ന് പറയുമ്പോൾ സമ്പന്നമായത്. നമ്മൾ എപ്പോഴും സമ്പന്നതയുടെ ഉയർച്ചയിലേക്ക് നിൽക്കുവാനായിട്ട് ചൊല്ലേണ്ട ഒരു വാക്കാണ് റിച്ചസ. ഈ വാക്കാണ് നിങ്ങൾ 51 തവണ ഞാൻ എഴുതുവാനായിട്ട് പറയുന്നത്. നിങ്ങൾ ചൊല്ലുന്നതിനേക്കാളും ഫലം തരുക എന്ന് പറയുന്നത് എഴുതുന്നതിലാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയാൽ ഇത് എത്ര ദിവസം എഴുതണമെന്ന് ചോദിക്കും. ഈ സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ നമ്മുടെ കൈകളിൽ വന്നു ചേർന്നാലും നമ്മൾ ഒരിക്കലും മതി എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇത് ദിവസവും നമുക്ക് എഴുതാവുന്നതാണ്. നിത്യേന ഇത് എഴുതാം അല്ലെങ്കിൽ ചൊല്ലാവുന്നതാണ്. ഇനിയിപ്പോൾ 21 ദിവസം തുടർച്ചയായി എഴുതാൻ ആഗ്രഹമുള്ളവർ 21 ദിവസം എഴുതി നിർത്തിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ്. ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ തറയിലിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മളൊരു ധനവാനായ സങ്കല്പത്തോടു കൂടി തന്നെ ഈ വാക്ക് നമുക്ക് 51 തവണ ചൊല്ലാവുന്നതാണ്. ഇനി ചിലർക്ക് ഒരു ദിവസം വിട്ടുപോയി ഞങ്ങൾക്ക് 21 ദിവസം തുടർച്ചയായി എഴുതാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല, നമ്മൾ വീണ്ടും ഇത് എഴുതാവുന്നതാണ്. ഇതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുലവാലായ്മയോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പീരിയഡ്സ് ആണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിലെ ആ ഒരു ശക്തി കാരണം നമ്മൾ പണക്കാരനാകണം അല്ലെങ്കിൽ സമ്പന്നതയുടെ ഉയർച്ചയിലേക്ക് എത്തണം, നമ്മുടെ ദാരിദ്ര്യ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണം, നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇത് എഴുതുവാനായിട്ട്. എനിക്കിതൊന്നും കിട്ടില്ല, എന്നെക്കൊണ്ടൊന്നും ഇത് സാധിക്കില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയല്ലാതെ നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. എല്ലാം നമ്മളെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ ചിലർ പറയും, മാഡം ഒരുപാട് കടമുണ്ട്, ഞങ്ങളിത് എഴുതിയാൽ ഞങ്ങളുടെ കടം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കായിട്ടുള്ള മറുപടി, കടം ഇല്ലാത്ത വ്യക്തികൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരാൾ കടംകാരനാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളത് കാരണം നമുക്കുള്ള ഈ ചെറിയ ചെറിയ കടം പ്രശ്നങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണല്ലോ നമ്മൾ കടം വാങ്ങിക്കുന്നത്. ആ പണം നമുക്ക് കൊടുത്തു തീർക്കുവാൻ സാധിക്കും. എന്നെക്കൊണ്ട് ആ പണം കൊടുത്തു തീർക്കുവാനും സാധിക്കും, എനിക്ക് കൂടുതൽ പണം ഉണ്ടാക്കുവാനും സാധിക്കും എന്നുള്ള ആ ഒരു മനോഭാവമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ കടമാണ് പ്രശ്നമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മാത്രമാണ് മോശമാകുന്നത്. മറിച്ച് ഒരു രൂപ പോലും നമുക്ക് പണം തിരിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. അതുകാരണം നിങ്ങളുടെ മനസ്സിനെ ആദ്യം നിങ്ങൾ നിയന്ത്രിക്കുക. എത്ര രൂപയാണെങ്കിലും അതെനിക്ക് കൊടുത്തു തീർക്കുവാൻ ഈ പ്രപഞ്ചം എന്നെ സഹായിക്കും, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ സഹായിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ആ ഒരു എഫേർട്ടും കൂടി ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ആ വിശ്വാസത്തോടു കൂടി നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൊണ്ടുതരുവാനായിട്ടാണ് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ ഞാൻ പറയുവാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചെറിയ തുക നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്വിച്ച് വേർഡിൽ വിശ്വാസം വരും. അപ്പോൾ നിങ്ങളത് തുടർച്ചയായി ചെയ്യും. ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഫലവും ലഭിക്കുന്നതായിരിക്കും. അതുകാരണമാണ് ഞാൻ ഈ റിച്ചസ എന്നുള്ള സ്വിച്ച് വേർഡ് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്ന് പറയുന്നത്. ഒരു പക്ഷേ രാത്രിയിൽ എഴുതുവാൻ സാധിച്ചില്ല എങ്കിൽ മാത്രം നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയുവാൻ വിട്ടുപോയി. ഏതൊരു സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും താന്ത്രികങ്ങളും നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിലും കൂടി അവരോട് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും വേണം. എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആ ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിർത്തുക. കാരണം നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണുകൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇത് ഞാൻ പ്രധാനമായിട്ട് പറയുവാൻ കാരണം നമ്മൾ പറയുന്ന പല സ്വിച്ച് വേർഡുകളും ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട്, മറ്റു ചിലരായിട്ട് കുറേ ദിവസം കഴിയുമ്പോഴേക്കും അത് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റുകളിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത് കാരണം
കാരണമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അത് കാരണമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. ഞാനല്ലാതെ ഈ സ്വിച്ച് വേർഡ് അല്ല പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.